സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് 250 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഒരു ക്വിക്ക് റിവിഷൻ ആണ്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, മുസ്ലിം ഐക്യ സംഘം സ്ഥാപിച്ചത് ആര്? മുസ്ലിം ഐക്യ സംഘം സ്ഥാപിച്ചത് വക്കം മൗലവിയാണ്. വക്കം മൗലവി. കേരള ക്രൂഷ്ചേവ് എന്നറിയപ്പെട്ടത് ആരാണ്? കേരള ക്രൂഷ്ചേവ് എന്നറിയപ്പെട്ടത് M.N. ഗോവിന്ദൻ നായരാണ്. M.N. ഗോവിന്ദൻ നായരാണ് കേരള ക്രൂഷ്ചേവ് എന്ന് അറിയപ്പെട്ടത്. റബ്ബറിന്റെ കാഠിന്യം വർദ്ധിപ്പിക്കുവാൻ ചേർക്കുന്ന പദാർത്ഥം സൾഫറാണ്. റബ്ബറിന്റെ കാഠിന്യം വർദ്ധിപ്പിക്കുവാൻ ചേർക്കുന്ന പദാർത്ഥമാണ് സൾഫർ. യുറേനിയത്തിന്റെ അറ്റോമിക് നമ്പർ 92 ആണ്. യുറേനിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 92. അഗ്നിയെ പ്രതിരോധിക്കുന്ന പ്ലാസ്റ്റിക്. അഗ്നിയെ പ്രതിരോധിക്കുന്ന പ്ലാസ്റ്റിക് ആണ് മെലാമൈൻ. മെലാമൈൻ ആണ് അഗ്നിയെ പ്രതിരോധിക്കുന്ന പ്ലാസ്റ്റിക്. വൈദ്യുത വിശ്ലേഷണ മാർഗത്തിലൂടെ ഒരു ലോഹത്തിന്മേൽ മറ്റൊരു ലോഹം പൂശിയെടുക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ഇലക്ട്രോപ്ലേറ്റിംഗ്. വൈദ്യുത വിശ്ലേഷണ മാർഗത്തിലൂടെ ഒരു ലോഹത്തിന്മേൽ മറ്റൊരു ലോഹം പൂശിയെടുക്കുന്ന പ്രക്രിയയാണ് ഇലക്ട്രോപ്ലേറ്റിംഗ്. ആസിഡും ആൽക്കഹോളും തമ്മിൽ ചേർന്നുണ്ടാകുന്ന മിശ്രിതമാണ് എസ്റ്റർ. ആസിഡും ആൽക്കഹോളും തമ്മിൽ ചേർന്നുണ്ടാകുന്ന മിശ്രിതം എസ്റ്റർ. സോപ്പിന്റെ ഗുണനിലവാരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് TFM. TFM ടോട്ടൽ ഫാറ്റി മാറ്റർ. സോപ്പിന്റെ ഗുണനിലവാരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് TFM. TFM എന്നാൽ ടോട്ടൽ ഫാറ്റി മാറ്റർ. കളിമണ്ണ് കൊണ്ടുള്ള വസ്തുക്കളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന രീതിയാണ് തെർമോലൂമിനസെന്റ്. കളിമണ്ണ് കൊണ്ടുള്ള വസ്തുക്കളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്ന രീതിയാണ് തെർമോലൂമിനസെന്റ്. ആദ്യ കമ്പ്യൂട്ടർ വത്കൃത താലൂക്ക് ഓഫീസ് ഒറ്റപ്പാലം. ആദ്യത്തെ കമ്പ്യൂട്ടർ വത്കൃത താലൂക്ക് ഓഫീസ് ഒറ്റപ്പാലം. കമ്പ്യൂട്ടർ ലോകത്തെ നോബൽ പ്രൈസ് എന്നറിയപ്പെടുന്നത് ട്യൂറിംഗ് അവാർഡാണ്. ട്യൂറിംഗ് അവാർഡ്. കമ്പ്യൂട്ടർ ലോകത്തെ നോബൽ പ്രൈസ് എന്നറിയപ്പെടുന്നത് ട്യൂറിംഗ് അവാർഡ്. സ്വാതി സംഗീത പുരസ്കാരം നേടിയ ആദ്യ വനിതയാണ് D.K. പട്ടമ്മാൾ. സ്വാതി സംഗീത പുരസ്കാരം നേടിയ ആദ്യ വനിത D.K. പട്ടമ്മാൾ. മലയാളത്തിലെ ആദ്യത്തെ പത്രമായ രാജ്യസമാചാരം എവിടെ നിന്നുമാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത്? മലയാളത്തിലെ ആദ്യത്തെ പത്രം രാജ്യസമാചാരമാണ്. രാജ്യസമാചാരം പ്രസിദ്ധീകരണം ആരംഭിച്ചത് തലശ്ശേരിയിൽ നിന്നുമാണ്. തലശ്ശേരി. ഏറ്റവും സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമായ പാരമ്പര്യേതര ഊർജമാണ് സൗരോർജം. ഏറ്റവും സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമായ പാരമ്പര്യേതര ഊർജം സൗരോർജം. ഭൂമിയുടെ ഉപരിതലവുമായി ചേർന്ന് കിടക്കുന്ന അന്തരീക്ഷ പാളിയാണ് ട്രോപ്പോസ്ഫിയർ. ഭൂമിയുടെ ഉപരിതലവുമായിട്ട് ചേർന്ന് കിടക്കുന്ന അന്തരീക്ഷ പാളി ട്രോപ്പോസ്ഫിയർ. പേരാർ എന്നറിയപ്പെടുന്ന നദി പേരാർ. ഭാരതപ്പുഴയാണ് പേരാർ എന്ന് അറിയപ്പെടുന്നത്. ഭാരതപ്പുഴ. മലനിരയിലെ വാരണാസി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം മണ്ഡി. മലനിരയിലെ വാരണാസി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരമാണ് മണ്ഡി. സരസഗായക കവിമണി എന്നറിയപ്പെട്ടത് K.C. കേശവപിള്ളയാണ്. സരസഗായക കവിമണി എന്നറിയപ്പെട്ടത് K.C. കേശവപിള്ള. കവിത ചാട്ടവാറാക്കിയ കവി എന്നറിയപ്പെട്ടത് കുഞ്ചൻ നമ്പ്യാറാണ്. കവിത ചാട്ടവാറാക്കിയ കവി എന്നറിയപ്പെട്ടത് കുഞ്ചൻ നമ്പ്യാർ. മഹാത്മാഗാന്ധിയുടെ ദണ്ഡി യാത്രയെ മോശയുടെ ഇസ്രായേലികൾക്ക് വേണ്ടിയുള്ള മോചനയാത്ര എന്ന് വിശേഷിപ്പിച്ചത് P.C. റേ ആണ്. മഹാത്മാഗാന്ധിയുടെ ദണ്ഡി യാത്രയെ മോശയുടെ ഇസ്രായേലികൾക്ക് വേണ്ടിയുള്ള മോചനയാത്ര എന്ന് വിശേഷിപ്പിച്ചത് P.C. റേ. ലോകത്തെ മുഴുവൻ ദഹിപ്പിക്കുവാൻ വട്ടം കൂട്ടിയ അഗ്നിയായിരുന്നു ഒന്നാം ലോകമഹായുദ്ധം എന്ന് പറഞ്ഞത് ഏത് ചിത്രകാരനാണ്? H.G. വെൽസ് ആണ്. ലോകത്തെ മുഴുവൻ ദഹിപ്പിക്കുവാൻ വട്ടം കൂട്ടിയ അഗ്നിയായിരുന്നു ഒന്നാം ലോകമഹായുദ്ധം എന്ന് പറഞ്ഞത് H.G. വെൽസ്. ഘൃതുക്കളുടെ കവി എന്നറിയപ്പെട്ടതാരാണ്? ഘൃതുക്കളുടെ കവി ചെറുശ്ശേരിയാണ് ഘൃതുക്കളുടെ കവി എന്ന് അറിയപ്പെട്ടത്.
ഡെക്കാൻ പീഠഭൂമിയിലെ പ്രധാന കാർഷിക വിള പരുത്തി. ഡെക്കാൻ പീഠഭൂമിയിലെ പ്രധാന കാർഷിക വിള ഏതാണ്? പരുത്തിയാണ്. തലയോട് ഉറപ്പിച്ചിരിക്കുന്ന നട്ടെല്ലിലെ അസ്ഥിയാണ് അറ്റ്ലസ്. തലയോട് ഉറപ്പിച്ചിരിക്കുന്ന നട്ടെല്ലിലെ അസ്ഥി അറ്റ്ലസ്. അറയ്ക്കൽ രാജവംശം സ്ഥാപിതമായ നൂറ്റാണ്ട് 16-ാം നൂറ്റാണ്ടാണ്. അറയ്ക്കൽ രാജവംശം സ്ഥാപിതമായ നൂറ്റാണ്ട് 16-ാം നൂറ്റാണ്ട്. 1987 ജൂൺ 1 കോഴിക്കോട്ട് നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ച പത്രമാണ് മാധ്യമം. പ്രസിദ്ധീകരണം ആരംഭിച്ചത് എവിടെ നിന്നുമാണ്? കോഴിക്കോട് നിന്നുമാണ്. വർഷം 1987. പത്രം മാധ്യമം. കരിഞ്ചന്ത എന്ന നാടകം രചിച്ചത്? കരിഞ്ചന്ത വി.ടി. ഭട്ടതിരിപ്പാടാണ് കരിഞ്ചന്ത എന്ന നാടകം രചിച്ചത്. വി.ടി. ഭട്ടതിരിപ്പാട്. പായുന്ന വെടിയുണ്ടയിൽ ഉണ്ടാകുന്ന ഊർജം ഗതികോർജമാണ്. പായുന്ന വെടിയുണ്ടയിൽ ഉണ്ടാകുന്ന ഊർജം ഗതികോർജം. രാഷ്ട്രപതി ഭരണത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളുടെ ബജറ്റ് പാസാക്കുന്നത് എവിടെയാണ്? ലോകസഭയിലാണ്. രാഷ്ട്രപതി ഭരണത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളുടെ ബജറ്റ് പാസാക്കുന്നത് ലോകസഭയിൽ. കേരളത്തിലെ ആദ്യത്തെ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ EMS നമ്പൂതിരിപ്പാട്. കേരളത്തിലെ ആദ്യത്തെ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു? EMS നമ്പൂതിരിപ്പാട്. കേരളത്തിലെ ആദ്യത്തെ ഭരണപരിഷ്കാര കമ്മീഷൻ നിയമിക്കപ്പെട്ട വർഷം ഏതാണ്? 1957. കേരളത്തിലെ ആദ്യത്തെ ഭരണപരിഷ്കാര കമ്മീഷൻ നിയമിക്കപ്പെട്ട വർഷം 1957. ഏത് ഉടമ്പടിയോടെയാണ് കേരള തീരത്ത് ഡച്ചുകാരുടെ രാഷ്ട്രീയ വാണിജ്യ മേധാവിത്വത്തിന് തിരശ്ശീല വീണത്? മാവേലിക്കര ഉടമ്പടിയോടുകൂടിയാണ്. 1753 മാവേലിക്കര ഉടമ്പടിയോട് ആരുടേതാണ്? ഡച്ചുകാരുടെ രാഷ്ട്രീയ വാണിജ്യ മേധാവിത്വത്തിന് തിരശ്ശീല വീണു. പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ ആസ്ഥാനം ഏതായിരുന്നു? കൊച്ചിയായിരുന്നു പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ ആദ്യത്തെ ആസ്ഥാനം. കബീർ സമ്മാനത്തിന് അർഹനായ ആദ്യത്തെ മലയാളി ഡോക്ടർ K. അയ്യപ്പ പണിക്കർ. കബീർ സമ്മാനത്തിന് അർഹനായ ആദ്യ മലയാളിയാണ് ഡോക്ടർ K. അയ്യപ്പ പണിക്കർ. മൂർത്തി ദേവി അവാർഡ് നേടിയ ആദ്യ മലയാളി സാഹിത്യകാരൻ അക്കിത്തമാണ്. അക്കിത്തം അച്യുതൻ നമ്പൂതിരിപ്പാടാണ് മൂർത്തി ദേവി അവാർഡ് നേടിയ ആദ്യ മലയാളി സാഹിത്യകാരൻ. പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ചത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദ പ്രകാരമാണ്? പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ചത് 21-ാം അനുച്ഛേദ പ്രകാരമാണ്. 21. കാട്ടിലെ തീനാളം എന്നറിയപ്പെടുന്ന മരം ഏതാണ്? കാട്ടിലെ തീനാളം എന്നറിയപ്പെടുന്നത് പ്ലാശാണ്. പ്ലാശ്. കേരളത്തിലെ രണ്ടാമത്തെ വിദ്യാഭ്യാസ മന്ത്രി P.P. ഉമ്മർ കോയയാണ്. കേരളത്തിലെ രണ്ടാമത്തെ വിദ്യാഭ്യാസ മന്ത്രി P.P. ഉമ്മർ കോയ. സംസ്ഥാന ഗ്രാമവികസന വകുപ്പിന്റെ പ്രസിദ്ധീകരണമാണ് ഗ്രാമഭൂമി. സംസ്ഥാന ഗ്രാമവികസന വകുപ്പിന്റെ പ്രസിദ്ധീകരണം ഗ്രാമഭൂമി. പല്ലുകൾക്കിടയിൽ പറ്റിപ്പിടിക്കുന്ന ആഹാരാവശിഷ്ടങ്ങളിൽ ബാക്ടീരിയകളുടെ പ്രവർത്തനത്തിലൂടെ ഉണ്ടാകുന്ന ആസിഡ് ഏതാണ്? ലാക്റ്റിക് ആസിഡ് ആണ്. പല്ലുകൾക്കിടയിൽ പറ്റിപ്പിടിക്കുന്ന ആഹാരാവശിഷ്ടങ്ങളിൽ ബാക്ടീരിയകളുടെ പ്രവർത്തനത്തിലൂടെ ഉണ്ടാകുന്ന ആസിഡാണ് ലാക്റ്റിക് ആസിഡ്. ഏത് നേതാവിൻ്റെ ജന്മശതാബ്ദി പ്രമാണിച്ചാണ് ഇന്ത്യയിൽ ശതാബ്ദി ട്രെയിനുകൾ ഓടിത്തുടങ്ങിയത്? ജവഹർലാൽ നെഹ്റുവിൻ്റേതാണ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മശതാബ്ദി പ്രമാണിച്ചാണ് ഇന്ത്യയിലെ ശതാബ്ദി ട്രെയിനുകൾ ഓടിത്തുടങ്ങിയത്. 1882 കേരള പേട്രിയറ്റ് എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് C.V. രാമൻ പിള്ളയാണ്. 1882 കേരള പേട്രിയറ്റ് എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആരാണ്? C.V. രാമൻ പിള്ള. മോണയ്ക്ക് പുറത്തുള്ള പല്ലിൻ്റെ ഭാഗമാണ് ദന്തമകുടം അല്ലെങ്കിൽ ക്രൗൺ. മോണയ്ക്ക് പുറത്തുള്ള പല്ലിൻ്റെ ഭാഗം ദന്തമകുടം അല്ലെങ്കിൽ ക്രൗൺ. അക്ഷരങ്ങളിൽ അഗ്നി പടർത്തിയ കവി എന്നറിയപ്പെട്ടത് ONV കുറുപ്പാണ്. അക്ഷരങ്ങളിൽ അഗ്നി പടർത്തിയ കവി ആരാണ്? ONV കുറുപ്പ്. പടപ്പാളയങ്ങളിലെ ഭാഷ എന്നറിയപ്പെടുന്നത് ഉറുദുവാണ്. പടപ്പാളയങ്ങളിലെ ഭാഷ എന്നറിയപ്പെടുന്നത് ഉറുദു. കൃത്രിമ പേസ് മേക്കർ കണ്ടുപിടിച്ചത് ആരാണ്? വിൽസൺ ഗ്രേറ്റ് ബാച്ചാണ്. വിൽസൺ ഗ്രേറ്റ് ബാച്ചാണ് കൃത്രിമ പേസ് മേക്കർ കണ്ടുപിടിച്ചത്. വിൽസൺ ഗ്രേറ്റ് ബാച്ച്. ഇന്ത്യൻ ഹോട്ടൽ വ്യവസായത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്
MS ഒബ്രോയാണ്. MS ഒബ്രോയാണ് ഇന്ത്യൻ ഹോട്ടൽ വ്യവസായത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. തിരുവിതാംകൂറിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, ദിവാൻ എന്നീ പദവികൾ വഹിച്ചിട്ടുള്ള ഏക വ്യക്തി VS സുബ്രഹ്മണ്യ അയ്യറാണ്. തിരുവിതാംകൂറിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, ദിവാൻ എന്നീ പദവികൾ വഹിച്ചിട്ടുള്ള ഏക വ്യക്തിയാണ് VS സുബ്രഹ്മണ്യ അയ്യർ. സന്ധിയിലെ അസ്ഥികൾ തമ്മിൽ ഉരസൽ കുറയ്ക്കുന്ന ദ്രവമാണ് സൈനോവിയൽ ദ്രവം. സന്ധിയിലെ അസ്ഥികൾ തമ്മിൽ ഉരസൽ കുറയ്ക്കുന്ന ദ്രവം സൈനോവിയൽ ദ്രവം. കോൺഗ്രസും കേരളവും എന്ന കൃതി രചിച്ചത് AK പിള്ളയാണ്. കോൺഗ്രസും കേരളവും എന്ന കൃതി രചിച്ചത് ആരാണ്? AK പിള്ള. കോട്ടയത്ത് നിന്ന് 1969 മംഗളം മാസിക ആരംഭിച്ചത് MC വർഗീസ് ആണ്. കോട്ടയത്ത് നിന്ന് 1969 മംഗളം മാസിക ആരംഭിച്ചത് ആരാണ്? MC വർഗീസ് ആണ്. MC വർഗീസ്. ദിബ്രു സൈഖോവ ബയോസ്ഫിയർ റിസർവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആസാമാണ്. ദിബ്രു സൈഖോവ ബയോസ്ഫിയർ റിസർവ് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആസാം. നക്ഷത്രങ്ങളുടെ ശൈശവ ദശയായിട്ട് കണക്കാക്കുന്നത് നെബുലയാണ്. നക്ഷത്രങ്ങളുടെ ശൈശവ ദിശയായിട്ട് കണക്കാക്കുന്നത് നെബുല. കുട്ടികളിലെ പ്രമേഹ രോഗം തടയുന്നതിനായിട്ട് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് മിഠായി. കുട്ടികളിലെ പ്രമേഹ രോഗം തടയുന്നതിനായിട്ട് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ആവിഷ്കരിച്ച പദ്ധതിയാണ് മിഠായി. ബിന്ദു എന്ന പ്രശസ്തമായ പെയിന്റിംഗ് വരച്ചത് ആരാണ്? ബിന്ദു എന്ന പ്രശസ്തമായ പെയിന്റിംഗ് വരച്ചത് SH റാസയാണ്. SH റാസ. 1931 എവിടെ ചേർന്ന KPCC യോഗമാണ് അയിത്തത്തിനെതിരെ സമര പരിപാടികൾ സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചത്? വടകരയിൽ ചേർന്ന യോഗമാണ്. 1931 എവിടെ ചേർന്ന യോഗമാണ് അയിത്തത്തിനെതിരെ സമര പരിപാടികൾ സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചത്? വടകര. 36 കോട്ടകൾ എന്ന് പേരിനർത്ഥമുള്ള സംസ്ഥാനം ഛത്തീസ്ഗഡ് ആണ്. 36 കോട്ടകൾ എന്ന് പേരിനർത്ഥമുള്ള സംസ്ഥാനം ഛത്തീസ്ഗഡ്. ഭൂമിയുടെ അന്തരീക്ഷ പാളിയെ പിടിച്ചു നിർത്തുന്ന ബലം ഏതാണ്? ഗുരുത്വാകർഷണമാണ്. ഗുരുത്വാകർഷണമാണ് ഭൂമിയുടെ അന്തരീക്ഷ പാളിയെ പിടിച്ചു നിർത്തുന്ന ബലം. സെല്ലുലോസ് രാസപരമായി ഏത് ഭാഗത്തിൽ പെടുന്നു? സെല്ലുലോസ് പോളിസാക്കറൈഡ് ആണ്. സെല്ലുലോസ് രാസപരമായിട്ട് ഏത് വിഭാഗത്തിൽ പെടുന്നു? പോളിസാക്കറൈഡ്. തേർഡ് വിൻഡോ എന്ന പദവുമായിട്ട് ബന്ധപ്പെട്ട അന്താരാഷ്ട്ര പ്രസ്ഥാനം ലോകബാങ്ക് ആണ്. തേർഡ് വിൻഡോ എന്ന പദവുമായിട്ട് ബന്ധപ്പെട്ട അന്താരാഷ്ട്ര പ്രസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ലോകബാങ്ക് ആണ്. ആലത്തൂർ ശിവയോഗി എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ? ആലത്തൂർ ശിവയോഗി. ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ആലത്തൂർ ശിവയോഗി എന്ന് അറിയപ്പെട്ടത്. ബ്രഹ്മാനന്ദ ശിവയോഗി. സയനൈഡ് വിഷബാധയുടെ ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന രാസവസ്തു സോഡിയം തയോസൾഫേറ്റ് ആണ്. സോഡിയം തയോസൾഫേറ്റ് ആണ് സയനൈഡ് വിഷബാധയുടെ ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന രാസവസ്തു. സോഡിയം തയോസൾഫേറ്റ്. ഹിന്ദി ഭാഷയുടെ മാതാവ് എന്നറിയപ്പെടുന്നത് സംസ്കൃതമാണ്. ഹിന്ദി ഭാഷയുടെ മാതാവ് എന്നറിയപ്പെടുന്നത് സംസ്കൃതം. ഫ്രഞ്ചുകാർക്ക് 1763 ശേഷം കേരളത്തിൽ സ്വാധീനമുണ്ടായിരുന്ന ഏക പ്രദേശം ഏതാണ്? മയ്യഴിയാണ്. ഫ്രഞ്ചുകാർക്ക് 1763 ശേഷം കേരളത്തിൽ സ്വാധീനമുണ്ടായിരുന്ന ഏക പ്രദേശമാണ് മയ്യഴി. അന്തർജന സമാജം സ്ഥാപിക്കപ്പെട്ട വർഷം 1932 ആണ്. അന്തർജന സമാജം സ്ഥാപിക്കപ്പെട്ട വർഷം ഏതാണ്? 1932. പുരാവസ്തു ഗവേഷണ കേന്ദ്രമായ മാലിനിത്താൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. പുരാവസ്തു ഗവേഷണ കേന്ദ്രമായ മാലിനിത്താൻ സ്ഥിതി ചെയ്യുന്ന ഏത് സംസ്ഥാനത്താണ്? അരുണാചൽ പ്രദേശ്. അഞ്ചരക്കണ്ടിയിൽ തോട്ടം വികസിപ്പിച്ച യൂറോപ്യൻ മർഡോക്ക് ബ്രൗൺ ആണ്. അഞ്ചരക്കണ്ടിയിൽ തോട്ടം വികസിപ്പിച്ച യൂറോപ്യൻ ആരാണ്? മർഡോക്ക് ബ്രൗൺ. 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രൈമറി തലത്തിൽ വിദ്യാഭ്യാസം സാർവത്രികമാക്കുന്നതിനും സ്കൂളുകളിലെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും വിഭാവനം ചെയ്ത പദ്ധതിയാണ്
ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രൈമറി തലത്തിൽ വിദ്യാഭ്യാസം സാർവത്രികമാക്കുന്നതിനും സ്കൂളുകളിലെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും വിഭാവനം ചെയ്ത പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. മികച്ച കഥാകൃത്തിനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ആദ്യമായിട്ട് നേടിയത് തോപ്പിൽ ഭാസിയാണ്. മികച്ച കഥാകൃത്തിനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ആദ്യമായിട്ട് നേടിയത് തോപ്പിൽ ഭാസി. മികച്ച സംഭാഷണ രചയിതാവിനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ആദ്യമായിട്ട് നേടിയത് KT മുഹമ്മദ് ആണ്. മികച്ച സംഭാഷണ രചയിതാവിനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ആദ്യമായിട്ട് നേടിയത് KT മുഹമ്മദ്. പുന്നത്തൂർ കോട്ട ഏത് മൃഗത്തിൻ്റെ സംരക്ഷണത്തിനാണ് പ്രസിദ്ധം? ആന. പുന്നത്തൂർ കോട്ട ഏത് മൃഗത്തിൻ്റെ സംരക്ഷണത്തിനാണ് പ്രസിദ്ധം? ആന. 1929 കൊല്ലത്ത് നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ച മലയാള രാജ്യം പത്രത്തിൻ്റെ സ്ഥാപകൻ KG ശങ്കറാണ്. 1929 കൊല്ലത്ത് നിന്നും പ്രസിദ്ധീകരണം ആരംഭിച്ച മലയാള രാജ്യം പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? KG ശങ്കർ. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഭീഷ്മ പിതാമഹൻ എന്ന് ഡോക്ടർ മൻമോഹൻ സിംഗ് രാജ്യസഭയിൽ വിശേഷിപ്പിച്ചത് ആരെയാണ്? AB വാജ്പേയിയാണ്. AB വാജ്പേയിയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഭീഷ്മ പിതാമഹൻ എന്ന് ഡോക്ടർ മൻമോഹൻ സിംഗ് രാജ്യസഭയിൽ വിശേഷിപ്പിച്ചത് AB വാജ്പേയി. ചെമ്പ്, വെള്ളി, ഇരുമ്പ്, സ്വർണം, ഈയം എന്നിവ ചേർന്ന ലോഹസങ്കരം പഞ്ചലോഹമാണ്. പഞ്ചലോഹത്തിൽ അടങ്ങിയിരിക്കുന്നവ ഏതൊക്കെയാണ്? ചെമ്പ്, വെള്ളി, ഇരുമ്പ്, സ്വർണം, ഈയം എന്നിവയാണ് പഞ്ചലോഹത്തിൽ അടങ്ങിയിരിക്കുന്നത്. കേരളപ്പിറവിയുടെ സുവർണ ജൂബിലി വേളയിൽ മുഖ്യമന്ത്രി ആരായിരുന്നു? കേരളപ്പിറവിയുടെ സുവർണ ജൂബിലി വേളയിൽ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ. ആരുടെ പരാജയമാണ് ആ വ്യക്തിയുടെ പരാജയത്തേക്കാൾ തൻ്റേതാണ് എന്ന് ഗാന്ധിജി 1939 പ്രസ്താവിച്ചത്? പട്ടാഭി സീതാരാമയ്യയുടേതാണ്. ആരുടെ പരാജയമാണ് ആ വ്യക്തിയുടെ പരാജയത്തേക്കാൾ തൻ്റേതാണ് എന്ന് ഗാന്ധിജി 1939 പ്രസ്താവിച്ചത്? പട്ടാഭി സീതാരാമയ്യ. MT വാസുദേവൻ നായരുടെ ഏത് രചനയാണ് ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന പേരിൽ സിനിമയായത്? സ്വർഗം തുറക്കുന്ന സമയം. MT വാസുദേവൻ നായരുടെ ഏത് രചനയാണ് ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന പേരിൽ സിനിമയായത്? സ്വർഗം തുറക്കുന്ന സമയം എന്ന രചനയാണ്. 1879 സുരേന്ദ്രനാഥ് ബാനർജി സ്ഥാപിച്ച ദ ബംഗാളി എന്ന പത്രം ഏത് ഭാഷയിലായിരുന്നു? ദ ബംഗാളി ആരുടേതാണ്? സുരേന്ദ്രനാഥ് ബാനർജിയുടേതാണ്. സുരേന്ദ്രനാഥ് ബാനർജി ഏത് ഭാഷയിലായിരുന്നു? ഇംഗ്ലീഷ് ഭാഷയിലായിരുന്നു. ഇംഗ്ലീഷ്. ഡോക്ടർ അംബേദ്കർ ഏത് സംസ്ഥാനത്തെ പ്രതിനിധാനം ചെയ്താണ് 1952 രാജ്യസഭാംഗമായത്? ബോംബെ സംസ്ഥാനത്തെ പ്രതിനിധാനം ചെയ്താണ്. ബോംബെ സംസ്ഥാനത്തെ പ്രതിനിധാനം ചെയ്താണ് ഡോക്ടർ അംബേദ്കർ 1952 രാജ്യസഭാംഗമായത്. മുതുമലൈ ദേശീയോദ്യാനം ഏത് മൃഗത്തിനാണ് പ്രസിദ്ധം? മുതുമലൈ ആനയാണ്. ആന. പോളാർ പ്രൈസ് നേടിയ ആദ്യ ഭാരതീയൻ? പണ്ഡിറ്റ് രവിശങ്കർ. പോളാർ പ്രൈസ് നേടിയ ആദ്യ ഭാരതീയനാണ് പണ്ഡിറ്റ് രവിശങ്കർ. ഹോർത്തൂസ് മലബാറിക്കസിന് ആവശ്യമായ ചിത്രങ്ങൾ വരച്ച കാർമലൈറ്റ് പുരോഹിതനാണ് മാത്യൂസ്. ഹോർത്തൂസ് മലബാറിക്കസിന് ആവശ്യമായ ചിത്രങ്ങൾ വരച്ച കാർമലൈറ്റ് പുരോഹിതൻ മാത്യൂസ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ പത്രനിരോധനം ഏത് രാജാവിൻ്റെ കാലത്താണ്? സന്തുഷ്ടവാദി പത്രമാണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ പത്രനിരോധനം ഏത് രാജാവിൻ്റെ കാലത്തായിരുന്നു? ആയില്യം തിരുനാളിൻ്റെ കാലത്തായിരുന്നു. ആയില്യം തിരുനാൾ. മനുഷ്യൻ ആദ്യമായിട്ട് നിർമ്മിച്ച കൃത്രിമ ധാന്യം ഏതാണ്? ട്രിറ്റിക്കേലാണ്. മനുഷ്യൻ ആദ്യമായിട്ട് നിർമ്മിച്ച കൃത്രിമ ധാന്യം ട്രിറ്റിക്കേൽ. കമ്പ്യൂട്ടർ സയൻസ് മേഖലയിലെ ഉന്നത പുരസ്കാരമായ ടൂറിംഗ് അവാർഡ് നേടിയ ആദ്യത്തെ ഇന്ത്യൻ വംശജൻ രാജ് റെഡ്ഡിയാണ്. രാജ് റെഡ്ഡി. കേരളത്തിൻ്റെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൻ്റെ ലോഗോ രൂപകൽപ്പന ചെയ്തത് G അരവിന്ദൻ. കേരളത്തിൻ്റെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൻ്റെ ലോഗോ രൂപകൽപ്പന ചെയ്തത് ആരാണ്? G അരവിന്ദൻ. വൃക്കയിൽ രക്തം എത്തിക്കുന്ന രക്തക്കുഴലാണ്
വൃക്കാധമനി അഥവാ റീനൽ ആർട്ടറി. വൃക്കയിൽ രക്തം എത്തിക്കുന്ന രക്തക്കുഴൽ. വൃക്കാധമനി അഥവാ റീനൽ ആർട്ടറി. ശക്തമായ ഉച്ഛ്വാസം നടത്തിയ ശേഷം പുറത്തുവിടുവാൻ കഴിയുന്ന വായുവിൻ്റെ ഏറ്റവും കൂടിയ അളവാണ് ജൈവക്ഷമത അഥവാ വൈറ്റൽ കപ്പാസിറ്റി. ശക്തമായ ഉച്ഛ്വാസം നടത്തിയ ശേഷം പുറത്തുവിടുവാൻ കഴിയുന്ന വായുവിൻ്റെ അളവാണ് ജൈവക്ഷമത അഥവാ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. നിവർത്തന പ്രക്ഷോഭ സമിതിയുടെ സെക്രട്ടറി ആരായിരുന്നു? നിവർത്തന പ്രക്ഷോഭ സമിതിയുടെ സെക്രട്ടറി സി കേശവൻ. റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സികരിയായി ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? നൈട്രിക് ആസിഡ് ആണ് റോക്കറ്റ് ഇന്ധനങ്ങളിൽ ഓക്സികാരിയായിട്ട് ഉപയോഗിക്കുന്ന ആസിഡ്, നൈട്രിക് ആസിഡ്. ഫിഡിൽ എന്ന പേരിലും അറിയപ്പെടുന്ന സംഗീതോപകരണം. വയലിൻ ആണ് ഫിഡിൽ എന്ന പേരിലും അറിയപ്പെടുന്നത്, വയലിൻ. തിരുവിതാംകൂർ സഹോദരിമാർ എന്നറിയപ്പെടുന്നത് പത്മിനി, ലളിത, രാഗിണി എന്നിവരാണ്. തിരുവിതാംകൂർ സഹോദരിമാർ പത്മിനി, ലളിത, രാഗിണി. വ്യക്തമായി വായിക്കാൻ കഴിയാത്ത പഴയ രേഖകൾ വായിക്കുവാൻ ഉപയോഗിക്കുന്ന കിരണങ്ങളാണ് ഇൻഫ്രാറെഡ് കിരണങ്ങൾ. വ്യക്തമായിട്ട് വായിക്കാൻ കഴിയാത്ത പഴയ രേഖകൾ വായിക്കാൻ ഉപയോഗിക്കുന്ന കിരണങ്ങളാണ് ഇൻഫ്രാറെഡ്. ചെമ്മീൻ സിനിമയിലെ പ്രശസ്തമായ മാനസമൈനേ വരൂ എന്ന ഗാനം ആലപിച്ചത് ആരാണ്? മാനസമൈനേ വരൂ എന്ന ഗാനം ആലപിച്ചത് മന്നാടെയാണ്, മന്നാടെ. ശരീരത്തിലുണ്ടാകുന്ന അണുബാധ കാരണം വൃക്കയ്ക്കുണ്ടാകുന്ന വീക്കമാണ് നെഫ്രൈറ്റിസ്. നെഫ്രൈറ്റിസ് ബാധിക്കുന്നത് വൃക്കയെയാണ്. ശരീരത്തിലുണ്ടാകുന്ന അണുബാധ കാരണം വൃക്കയ്ക്കുണ്ടാകുന്ന വീക്കമാണ് നെഫ്രൈറ്റിസ്. ചർക്ക തിരിക്കുന്ന ഗാന്ധിജിയുടെ വിഖ്യാതമായ ഫോട്ടോ എടുത്ത അമേരിക്കൻ ഫോട്ടോഗ്രാഫർ ആരാണ്? മാർഗരറ്റ് ബുർക്കെ വൈറ്റ് ആണ്. മാർഗരറ്റ് ബുർക്കെ വൈറ്റ് ആണ് ചർക്ക തിരിക്കുന്ന ഗാന്ധിജിയുടെ വിഖ്യാതമായ ഫോട്ടോ എടുത്ത അമേരിക്കൻ ഫോട്ടോഗ്രാഫർ, മാർഗരറ്റ് ബുർക്കെ വൈറ്റ്. രക്തകോശങ്ങളുടെ എണ്ണം മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഉപകരണമാണ് ഹീമോസൈറ്റോമീറ്റർ. രക്തകോശങ്ങളുടെ എണ്ണം മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഉപകരണം ഹീമോസൈറ്റോമീറ്റർ. ലിറ്റിൽ ലോണാർ എന്നറിയപ്പെടുന്ന തടാകം ആംബർ തടാകമാണ്. മഹാരാഷ്ട്രയിലെ ആംബറാണ് ലിറ്റിൽ ലോണാർ എന്നറിയപ്പെടുന്ന തടാകം. റിലാക്സിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത് ഗർഭാശയമാണ്. ഗർഭാശയമാണ് റിലാക്സിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നത്. ഹോർമോണിൻ്റെ പേര് റിലാക്സിൻ. പട്ടം പറപ്പിക്കുന്ന പെൺകുട്ടി എന്ന ചിത്രം വരച്ചത് ആരാണ്? ടി കെ പത്മിനിയാണ് പട്ടം പറപ്പിക്കുന്ന പെൺകുട്ടി എന്ന ചിത്രം വരച്ചത്. ഒറിയ ഭാഷയുടെ പേര് ഒഡിയ എന്ന് മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? 96-ാം ഭരണഘടനാ ഭേദഗതിയാണ്. ഒറിയ ഭാഷയുടെ പേര് ഒഡിയ എന്ന് മാറ്റിയ ഭരണഘടനാ ഭേദഗതി 96-ാം ഭേദഗതി. സൗരകേന്ദ്ര സിദ്ധാന്തം പ്രതിപാദിക്കുന്ന കോപ്പർനിക്കസിന്റെ കൃതി ഏതാണ്? ഡി റെവല്യൂഷനിബസ് ഓർബിയം സെലസ്റ്റിയം. ഡി റെവല്യൂഷനിയസ് ഓർബിയം സെലസ്റ്റിയം എന്ന കൃതിയാണ് സൗരകേന്ദ്ര സിദ്ധാന്തം പ്രതിപാദിക്കുന്ന കോപ്പർനിക്കസിന്റെ കൃതി. നോവലിലും ചെറുകഥയ്ക്കും നാടകത്തിനും കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ആദ്യ സാഹിത്യകാരനാണ് MT വാസുദേവൻ നായർ. നോവൽ, ചെറുകഥ, നാടകം ഇവയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ആദ്യത്തെ സാഹിത്യകാരനാണ് MT വാസുദേവൻ നായർ. 1960 മുതൽ 1970 വരെ ഗുജറാത്തിൻ്റെ തലസ്ഥാനമായിരുന്ന നഗരം അഹമ്മദാബാദാണ്. 1960 മുതൽ 1970 വരെ ഗുജറാത്തിൻ്റെ തലസ്ഥാനമായിരുന്ന നഗരം അഹമ്മദാബാദ്. വളരെ നേർത്ത ധമനികളെയും സിരകളെയും പറയുന്ന പേര് ലോമികകൾ എന്നാണ്. വളരെ നേർത്ത ധമനികളെയും സിരകളെയും പറയുന്ന പേരാണ് ലോമികകൾ. ഇടനാട്ടിൽ പ്രധാനമായും കാണപ്പെടുന്നത് ലാറ്ററൈറ്റ് മണ്ണാണ്. ഇടനാട്ടിൽ പ്രധാനമായിട്ടും കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ലാറ്ററൈറ്റ്. ഡോഗ് സ്റ്റാർ എന്ന പേരിലും അറിയപ്പെടുന്ന നക്ഷത്രം ഡോഗ് സ്റ്റാർ സിറിയസ് ആണ്. ഡോഗ് സ്റ്റാർ എന്ന പേരിലും അറിയപ്പെടുന്ന നക്ഷത്രം സിറിയസ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന എൻസൈം
ത്രോംബോകൈനേസ് ആണ്. ത്രോംബോകൈനേസ് ആണ് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന എൻസൈം. ത്രോംബോകൈനേസ്. 1857 വിപ്ലവ കാലത്ത് മണിറാം ദത്ത എവിടെയാണ് പ്രവർത്തനം നടത്തിയത്? ആസാമിലാണ്. 1857 വിപ്ലവ കാലത്ത് മണിറാം ദത്ത പ്രവർത്തനം നടത്തിയത് ആസാമിലാണ്. മഞ്ഞപ്പനി പരത്തുന്ന കൊതുകിനം ഈഡീസ് ഈജിപ്തിയാണ്. മഞ്ഞപ്പനി പരത്തുന്ന കൊതുകിനം ഏതാണ്? ഈഡീസ് ഈജിപ്തി. മഞ്ഞപ്പനിക്ക് കാരണമായ വൈറസ് ആർബോ വൈറസ് ആണ്. മഞ്ഞപ്പനിക്ക് കാരണമായ വൈറസ് ആണ് ആർബോ വൈറസ്. എസ് ബ്ലോക്ക് മൂലകങ്ങളും പി ബ്ലോക്ക് മൂലകങ്ങളും പൊതുവായി അറിയപ്പെടുന്ന പേര് മൂലകങ്ങൾ, പ്രാതിനിധ്യ മൂലകങ്ങൾ. എസ് ബ്ലോക്ക് മൂലകങ്ങളും പി ബ്ലോക്ക് മൂലകങ്ങളും പൊതുവായി അറിയപ്പെടുന്ന പേരാണ് പ്രാതിനിധ്യ മൂലകങ്ങൾ. മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗം യൂസ്റ്റേക്കിയൻ നാളിയാണ്. മധ്യകർണത്തെ ഗ്രസനിയുമായി ബന്ധിപ്പിക്കുന്ന ഭാഗം ഏതാണ്? യൂസ്റ്റേക്കിയൻ നാളി. ഏത് രാജ്യത്താണ് സൈനിക അട്ടിമറി ശ്രമങ്ങൾ തടയുന്നതിനായി ഇന്ത്യൻ സൈന്യം 1988 ഓപ്പറേഷൻ കാക്ടസ് നടത്തിയത്? ഓപ്പറേഷൻ കാക്ടസ് മാലിദ്വീപിലാണ്. മാലിദ്വീപ്. ചേസിംഗ് ദ മൺസൂൺ എന്ന പുസ്തകം രചിച്ചത് ആര്? ചേസിംഗ് ദ മൺസൂൺ എന്ന പുസ്തകം രചിച്ചത് അലക്സാണ്ടർ ഫ്രേറ്റർ ആണ്. അലക്സാണ്ടർ ഫ്രേറ്റർ. കേരള നെൽവയൽ തണ്ണീർത്തട നിയമം പാസാക്കിയ വർഷം? കേരള നെൽവയൽ തണ്ണീർത്തട നിയമം പാസാക്കിയത് 2008 2008. മൂത്രത്തിൽ ആൽബുമിന്റെ സാന്നിധ്യം കണ്ടെത്താൻ നടത്തുന്ന ടെസ്റ്റാണ് ഹെല്ലേഴ്സ് ടെസ്റ്റ്. എന്തിന്റെ സാന്നിധ്യമാണ്? ആൽബുമിൻ. തേനിന്റെ ഗന്ധമുള്ള എസ്റ്ററാണ് മീഥൈൽ ഫിനൈൽ അസറ്റൈറ്റ്. തേനിന്റെ ഗന്ധമുള്ള എസ്റ്ററാണ് മീഥൈൽ ഫിനൈൽ അസറ്റൈറ്റ്. കേരളം പ്രശ്നങ്ങളും സാധ്യതകളും എന്ന പുസ്തകം രചിച്ച കേരള മുഖ്യമന്ത്രി സി അച്യുതമേനോനാണ്. കേരളം പ്രശ്നങ്ങളും സാധ്യതകളും എന്ന പുസ്തകം രചിച്ച കേരള മുഖ്യമന്ത്രി ആരാണ്? സി അച്യുതമേനോൻ. കർണാടക സംഗീതത്തിലെ വനിതാ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നത് DK പട്ടമാൾ, ML വസന്തകുമാരി, MS സുബ്ബലക്ഷ്മി എന്നിവരാണ് കർണാടക സംഗീതത്തിലെ വനിതാ ത്രിമൂർത്തികൾ എന്ന് അറിയപ്പെടുന്നത്. DK പട്ടമാൾ, ML വസന്തകുമാരി, MS സുബ്ബലക്ഷ്മി. ലവണജല മുതലയ്ക്ക് പ്രസിദ്ധമായ ഒഡീഷയിലെ ദേശീയോദ്യാനമാണ് ഭിട്ടാർകണിക. ലവണജല മുതലയ്ക്ക് പ്രസിദ്ധമായ ഒഡീഷയിലെ ദേശീയോദ്യാനമാണ് ഭിട്ടാർകണിക. വലിച്ചു നിർത്തിയിരിക്കുന്ന റബ്ബർ ബാൻഡിൽ രൂപം കൊള്ളുന്ന ഊർജം ഏതാണ്? സ്ഥിതികോർജമാണ്. സ്ഥിതികോർജമാണ് വലിച്ചു നിർത്തിയിരിക്കുന്ന ഒരു റബ്ബർ ബാൻഡിൽ രൂപം കൊള്ളുന്ന ഊർജം, സ്ഥിതികോർജം. മുഹമ്മദ് അലി ജിന്ന സ്ഥാപിച്ച ഡോൺ എന്ന പത്രത്തിന്റെ ആദ്യ പത്രാധിപരായിരുന്ന മലയാളി പോത്തൻ ജോസഫാണ്. ഡോൺ എന്ന പത്രത്തിന്റെ പത്രാധിപർ ആയിരുന്നത് പോത്തൻ ജോസഫാണ്. ഡോൺ എന്ന പത്രം സ്ഥാപിച്ചത് ആരാണ്? മുഹമ്മദ് അലി ജിന്ന. ഏത് കൊച്ചി രാജാവാണ് മിടുക്കൻ തമ്പുരാൻ എന്നറിയപ്പെട്ടത്? മിടുക്കൻ തമ്പുരാൻ എന്നറിയപ്പെട്ടത് രാമവർമ്മ ആറാമനാണ്. ഡെക്കാൻ ഹെറാൾഡിന്റെ സ്ഥാപക പത്രാധിപരായിരുന്ന മലയാളി പോത്തൻ ജോസഫ്. ഡെക്കാൻ ഹെറാൾഡിന്റെ സ്ഥാപക പത്രാധിപരായിരുന്ന മലയാളിയാണ് പോത്തൻ ജോസഫ്. അറ്റ് ദ ടേൺ ഓഫ് ദ ടൈഡ്. അറ്റ് ദ ടേൺ ഓഫ് ദ ടൈഡ് ഏത് തിരുവിതാംകൂർ ഭരണാധികാരിയുടെ ജീവചരിത്രമാണ്? സേതു ലക്ഷ്മി ബായിയുടെ ജീവചരിത്രമാണ് അറ്റ് ദ ടേൺ ഓഫ് ദ ടൈഡ് എന്നത്. സേതു ലക്ഷ്മി ബായി. അൽഷിമേഴ്സ് രോഗത്തിന്റെ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട പ്രതീകമാണ് പർപ്പിൾ റിബൺ. പർപ്പിൾ റിബൺ ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അൽഷിമേഴ്സ് രോഗത്തിന്റെ ബോധവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പ്രതീകമാണ് പർപ്പിൾ റിബൺ. ഫ്ലൂഡ് സ്പാർ എന്തിൻ്റെ അയിരാണ്? ഫ്ലൂഡ് സ്പാർ. കാൽഷ്യത്തിന്റെ അയിരാണ് ഫ്ലൂഡ് സ്പാർ. ഫെൽസ്പാർ എന്തിൻ്റെ അയിരാണ്? ഫെൽസ്പാർ. പൊട്ടാസ്യത്തിന്റെ അയിരാണ് ഫെൽസ്പാർ. ഏത് അവയവവുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയയാണ് ബൈപ്പാസ് സർജറി? ഏത് അവയവവുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയയാണ് ബൈപ്പാസ് സർജറി? ഹൃദയം.
ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകനായിരുന്ന BN റാവു ഏത് അയൽ രാജ്യത്തിൻ്റെ ഭരണഘടന നിർമ്മിക്കുന്നതിനാണ് സഹായം നൽകിയത്? മ്യാൻമാറാണ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകനായിരുന്ന BN റാവു ഏത് അയൽ രാജ്യത്തിൻ്റെ ഭരണഘടന നിർമ്മിക്കുന്നതിനാണ് സഹായം നൽകിയത്? മ്യാൻമാറിൻ്റേതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന സുകുമാർ സെൻ ഏത് ആഫ്രിക്കൻ രാജ്യത്താണ് ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് പ്രവർത്തിച്ചത്? സുഡാനിൻ്റേതാണ്. സുഡാൻ. ഇന്ത്യയുടെ ആദ്യത്തെ നാനോ ഉപഗ്രഹം ജുഗ്നു. ഇന്ത്യയുടെ ആദ്യത്തെ നാനോ ഉപഗ്രഹം ഏതാണ്? ജുഗ്നു. ഉയരം കൂടുന്നതിനനുസരിച്ച് ഒരു വസ്തുവിൻ്റെ സ്ഥിതികോർജത്തിന് എന്തു മാറ്റം സംഭവിക്കുന്നു? ഉയരം കൂടുന്നതിനനുസരിച്ച് സ്ഥിതികോർജം കൂടുകയാണ് ചെയ്യുന്നത്. കൂടുന്നു. മാതംഗലീലയുടെ കർത്താവ് തിരുമംഗലത്ത് നീലകണ്ഠൻ മൂസദ്ദാണ്. മാതംഗലീലയുടെ കർത്താവ് തിരുമംഗലത്ത് നീലകണ്ഠൻ മൂസദ്. മാതംഗലീല മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ കവി വള്ളത്തോളാണ്. മാതംഗലീല മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ കവി ആരാണ്? വള്ളത്തോൾ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള രക്തകോശം ചുവന്ന രക്താണുവാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള രക്തകോശമാണ് ചുവന്ന രക്താണു. കോപ്പൻഹേഗന്റെ ലാറ്റിൻ നാമത്തിൽ നിന്ന് പേര് ലഭിച്ച മൂലകമാണ് ഹാഫ്നിയം. അണുസംഖ്യ എത്രയാണ്? 72 ആണ്. കോപ്പൻഹേഗന്റെ ലാറ്റിൻ നാമത്തിൽ നിന്ന് പേര് ലഭിച്ച മൂലകം ഹാഫ്നിയം. 1857 കലാപകാലത്ത് അവധ് മേഖലയിലെ കലാപത്തിൻ്റെ വിളക്കുമാടം എന്നറിയപ്പെട്ടത് മൗലവി അഹമ്മദുള്ളയാണ്. മൗലവി അഹമ്മദുള്ള. ഏറ്റവും താഴ്ന്ന താപനില അനുഭവപ്പെടുന്ന അന്തരീക്ഷ പാളി ഏതാണ്? മീസോസ്ഫിയർ ആണ്. ഏറ്റവും താഴ്ന്ന താപനില അനുഭവപ്പെടുന്ന അന്തരീക്ഷ പാളി മീസോസ്ഫിയർ. ഇന്ത്യയിൽ ആദ്യമായിട്ട് എയ്ഡ്സ് ബാധ കണ്ടെത്തിയ ഡോക്ടർ സുനീതി സോളമൻ ആണ്. ഡോക്ടർ സുനീതി സോളമൻ. ബ്യൂട്ടി ബോൺ എന്നറിയപ്പെടുന്നത് ക്ലാവിക്കിളാണ്. ബ്യൂട്ടി ബോൺ ഏതാണ്? ക്ലാവിക്കിൾ. ഫാഗോസൈറ്റ് എന്നും അറിയപ്പെടുന്ന രക്തകോശം മോണോസൈറ്റ് ആണ്. ഫാഗോസൈറ്റ് എന്നറിയപ്പെടുന്ന രക്തകോശം മോണോസൈറ്റ്. അലസവാതകങ്ങളുടെ സംയോജകത 0 അലസവാതകങ്ങളുടെ സംയോജകത 0. മെൻഡലിയേവ് ആവർത്തന പട്ടിക ആവിഷ്കരിച്ച വർഷം 1869. മെൻഡലിയേവ് ആവർത്തന പട്ടിക ആവിഷ്കരിച്ച വർഷം ഏതാണ്? 1869. മോസ്ലി ആധുനിക ആവർത്തന പട്ടിക ആവിഷ്കരിച്ച വർഷം 1913. മോസ്ലി ആധുനിക ആവർത്തന പട്ടിക ആവിഷ്കരിച്ച വർഷം 1913. രക്തത്തിൻ്റെ എത്ര ശതമാനമാണ് പ്ലാസ്മ? രക്തത്തിൻ്റെ 55% പ്ലാസ്മയാണ്. രക്തത്തിൻ്റെ 55% പ്ലാസ്മ. പ്ലാസ്മയുടെ എത്ര ശതമാനമാണ് ജലം? പ്ലാസ്മയുടെ എത്ര ശതമാനമാണ് ജലം? 95%. ഗാന്ധിജിയുടെ കേരളത്തിലെ പ്രതിപുരുഷൻ എന്നറിയപ്പെട്ടത് കേളപ്പനാണ്. ഗാന്ധിജിയുടെ കേരളത്തിലെ പ്രതിപുരുഷൻ എന്നറിയപ്പെട്ടത് കേളപ്പൻ. മനുഷ്യ ശരീരത്തിൽ സ്വതന്ത്രമായി കാണപ്പെടുന്ന അസ്ഥി ഹയോയിഡ് അസ്ഥിയാണ്. മനുഷ്യ ശരീരത്തിൽ സ്വതന്ത്രമായി കാണപ്പെടുന്ന അസ്ഥിയാണ് ഹയോയിഡ് അസ്ഥി. ഹീമോഗ്ലോബിനിൻ്റെ ധർമ്മം ഓക്സിജനെ വഹിക്കുക എന്നതാണ്. ഹീമോഗ്ലോബിനിൻ്റെ ധർമ്മം ഓക്സിജനെ വഹിക്കുക. ഏറ്റവും ആയുസ് കൂടിയ രക്തകോശം ചുവന്ന രക്താണുവാണ്. ഏറ്റവും ആയുസ് കൂടിയ രക്തകോശം ഏതാണ്? ചുവന്ന രക്താണു. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ആയുസ് കൂടിയ കോശം നാഡീകോശമാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ആയുസ് കൂടിയ കോശം ഏത് എന്ന് ചോദിച്ചാൽ നാഡീകോശം. ഏറ്റവും ഭാരം കൂടിയ പ്രകൃതിദത്ത വാതക മൂലകം റാഡോൺ ആണ്. ഏറ്റവും ഭാരം കൂടിയ പ്രകൃതിദത്ത വാതക മൂലകമാണ് റാഡോൺ. ഇന്ത്യയിൽ ഏറ്റവും വടക്കായി സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഹെമീസ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും വടക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഹെമീസ്. ഇന്ത്യയിൽ ഏറ്റവും കിഴക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം നംദഫയാണ്. അരുണാചൽ പ്രദേശിലെ നംദഫയാണ് ഇന്ത്യയിൽ ഏറ്റവും കിഴക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം.
കുളയട്ടയുടെ ശരീരത്തിൽ രക്തം കട്ട പിടിക്കാതിരിക്കാൻ കാരണമായ പദാർത്ഥം ഹിറുഡിൻ. കുളയട്ടയുടെ ശരീരത്തിൽ രക്തം കട്ട പിടിക്കാതിരിക്കാൻ കാരണമായ പദാർത്ഥമാണ് ഹിറുഡിൻ. രക്തക്കുഴലുകളിൽ കൊഴുപ്പടിഞ്ഞുകൂടി രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥ അതിറോസ്ക്ലിറോസിസ്. രക്തക്കുഴലുകളിൽ കൊഴുപ്പടിഞ്ഞുകൂടി രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥയാണ് അതിറോസ്ക്ലിറോസിസ്. മർമ്മം ഇല്ലാത്ത രക്തകോശം ചുവന്ന രക്താണുവാണ്. മർമ്മമില്ലാത്ത രക്തകോശം ചുവന്ന രക്താണു. അരുണ രക്താണുക്കളുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് അനീമിയ. അരുണ രക്താണുക്കളുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം അനീമിയ. സ്വതന്ത്ര ഇന്ത്യയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യത്തെ വോട്ട് രേഖപ്പെടുത്തിയ തീയതി 1951 ഒക്ടോബർ 25. 1951 ഒക്ടോബർ 25. ആരുടെ രചനയാണ് രാജകീയ മുരളി? സരോജിനി നായിഡു. സരോജിനി നായിഡുവിൻ്റെ രചനയാണ് രാജകീയ മുരളി. AC-യെ DC ആക്കുന്ന ഉപകരണം. AC-യെ DC ആക്കി മാറ്റുന്നത് റെക്ടിഫയർ ആണ്. റെക്ടിഫയർ. ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷന്റെ പ്രവർത്തനം അവസാനിച്ചതെന്നാണ്? 2014 ഓഗസ്റ്റിലാണ് ഇന്ത്യയിലെ ആസൂത്രണ കമ്മീഷന്റെ പ്രവർത്തനം അവസാനിച്ചത്. കേരളത്തിൽ സുനാമി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് അഴീക്കലാണ്. കൊല്ലം ജില്ലയിലെ അഴീക്കലാണ് കേരളത്തിലെ സുനാമി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. കേരള നിയമസഭയുടെ ഔദ്യോഗിക വാർത്താപത്രിക അറിവോരം. കേരള നിയമസഭയുടെ ഔദ്യോഗിക വാർത്താപത്രികയാണ് അറിവോരം. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ പൂരം തൃശ്ശൂർ പൂരമാണ്. തൃശ്ശൂർ പൂരം. പൂരങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ആറാട്ടുപുഴ പൂരമാണ്. പൂരങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ആറാട്ടുപുഴ പൂരം. മേൽത്താടിയലിൻ്റെ ശാസ്ത്രീയ നാമം മാക്സില. മേൽത്താടിയലിൻ്റെ ശാസ്ത്രീയ നാമമാണ് മാക്സില. കുങ്കുമപ്പൂവിൻ്റെ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം കരേവ മണ്ണാണ്. കുങ്കുമപ്പൂവിൻ്റെ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം ഏതാണ്? കരേവ മണ്ണ്. കേരള കാർട്ടൂൺ അക്കാദമിയുടെ സ്ഥാപക പ്രസിഡന്റ് യേശുദാസൻ. കേരള കാർട്ടൂൺ അക്കാദമിയുടെ സ്ഥാപക പ്രസിഡന്റ് യേശുദാസൻ. ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിലെ ദേശീയ വനിതാ ദിനമായിട്ട് ആചരിക്കുന്നത്? സരോജിനി നായിഡുവിൻ്റെ ജന്മദിനമായ ഫെബ്രുവരി 13 ഇന്ത്യയിലെ ദേശീയ വനിതാ ദിനമായിട്ട് ആചരിക്കുന്നത്. ഫെബ്രുവരി 13. റൗലറ്റ് നിയമം പിൻവലിച്ച വർഷം 1922. റൗലറ്റ് നിയമം പിൻവലിച്ച വർഷം 1922. നിസ്സഹരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ജയിലിലായ ആദ്യ വനിത ബാസന്തി ദേവിയാണ്. നിസ്സഹരണ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് ജയിലിലായ ആദ്യ വനിതയാണ് ബാസന്തി ദേവി. ആൻറ്റിബോഡികളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന രക്തകോശം ലിംഫോസൈറ്റ് ആണ്. ആൻറ്റിബോഡികളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന രക്തകോശം ലിംഫോസൈറ്റ്. ഹെപ്പാരിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന രക്തകോശം ബേസോഫിൽ ആണ്. ഹെപ്പാരിൻ്റെ നിർമ്മാണത്തിന് സഹായിക്കുന്ന രക്തകോശമാണ് ബേസോഫിൽ. അടിലഹളയുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ പൊയ്കയിൽ യോഹന്നാൻ. അടിലഹളയുമായിട്ട് ബന്ധപ്പെട്ട നവോത്ഥാന നായകനാണ് പൊയ്കയിൽ യോഹന്നാൻ. പോളിമോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? യുദ്ധങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് പോളിമോളജി. ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17. ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് ആഗിരണം ചെയ്യുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് ആഗിരണം ചെയ്യുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. കാളയെപ്പോലെ പണിയെടുക്കൂ, സന്യാസിയെപ്പോലെ ജീവിക്കൂ എന്ന് പറഞ്ഞത് BR അംബേദ്കർ ആണ്. കാളയെപ്പോലെ പണിയെടുക്കൂ, സന്യാസിയെപ്പോലെ ജീവിക്കൂ എന്ന് പറഞ്ഞത് BR അംബേദ്കർ. കൊച്ചിയിലെ ക്ഷേത്ര പ്രവേശന വിളംബരത്തെ തുടർന്ന് അവസാനിച്ച സത്യാഗ്രഹം പാലിയം സത്യാഗ്രഹമാണ്. കൊച്ചിയിലെ ക്ഷേത്ര പ്രവേശന വിളംബരത്തെ തുടർന്ന് അവസാനിച്ച സത്യാഗ്രഹമാണ് പാലിയം സത്യാഗ്രഹം. മലബാറിൽ റോഡ് നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത് ടിപ്പു സുൽത്താനാണ്. മലബാറിൽ റോഡ് നിർമ്മാണത്തിന് തുടക്കം കുറിച്ചത് ടിപ്പു സുൽത്താൻ.
ദേവേന്ദ്രനാഥ് ടാഗോറും മൻമോഹൻ ഘോഷും ചേർന്ന് 1861 കൊൽക്കത്തയിൽ ആരംഭിച്ച പത്രമാണ് ഇന്ത്യൻ മിറർ. ഝാൻസി റാണിയുടെ ജീവിതം പ്രമേയമാക്കിയുള്ള മഹാശ്വേതാദേവിയുടെ രചന ക്യൂൻ ഓഫ് ഝാൻസി. ഝാൻസി റാണിയുടെ ജീവിതം പ്രമേയമാക്കിയുള്ള മഹാശ്വേതാദേവിയുടെ രചനയാണ് ക്യൂൻ ഓഫ് ഝാൻസി. ഇന്ത്യയുടെ രണ്ടാം റബ്ബർ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ത്രിപുരയാണ്. ഇന്ത്യയുടെ രണ്ടാം റബ്ബർ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ത്രിപുര. ഗ്രീനോക്കൈറ്റ് എന്തിൻ്റെ അയിരാണ്? ഗ്രീനോക്കൈറ്റ്. കാഡ്മിയത്തിൻ്റെ അയിരാണ് ഗ്രീനോക്കൈറ്റ്, കാഡ്മിയം. സെറൂസൈറ്റ് എന്തിൻ്റെ അയിരാണ്? സെറൂസൈറ്റ്. കറുത്തിയത്തിൻ്റെ അയിരാണ് സെറൂസൈറ്റ്. മീതായ് എന്നും അറിയപ്പെടുന്ന ഭാഷ മണിപ്പൂരിയാണ്. മീതായ് എന്നും അറിയപ്പെടുന്നത് മണിപ്പൂരി. പോത്തന്നൂരിലെ ഇരുട്ടറ ദുരന്തമെന്ന വാഗൺ ട്രാജഡിയെ വിശേഷിപ്പിച്ചത് സുമിത് സർക്കാരാണ്. പോത്തന്നൂരിലെ ഇരുട്ടറ ദുരന്തമെന്ന വാഗൺ ട്രാജഡിയെ വിശേഷിപ്പിച്ചത് സുമിത് സർക്കാർ. പിറകിലോട്ട് തുഴയുമ്പോൾ തോണി മുന്നോട്ട് പോകുന്നത് ഏത് ചലന നിയമത്തിന് ഉദാഹരണമാണ്? മൂന്നാം ചലന നിയമം. ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമത്തിന് ഉദാഹരണമാണ് പിറകിലോട്ട് തുഴയുമ്പോൾ തോണി മുന്നോട്ട് പോകുന്നതിന് കാരണം. ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളെ നിശ്ചലമായോ വേഗം കുറച്ചോ കാണാൻ സഹായിക്കുന്ന ഉപകരണമാണ് സ്ട്രോബോസ്കോപ്പ്. ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളെ നിശ്ചലമായോ വേഗം കുറച്ചോ കാണാൻ സഹായിക്കുന്ന ഉപകരണമാണ് സ്ട്രോബോസ്കോപ്പ്. പോക്സോ നിയമത്തിലെ ആകെ വകുപ്പുകളുടെ എണ്ണം 46. പോക്സോ നിയമത്തിലെ ആകെ വകുപ്പുകളുടെ എണ്ണം എത്രയാണ്? 46. ഗാർഹിക പീഡന നിരോധന നിയമത്തിലെ ആകെ വകുപ്പുകൾ 37. ഗാർഹിക പീഡന നിരോധന നിയമത്തിലെ ആകെ വകുപ്പുകൾ 37. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും ഹിന്ദു മഹാസഭയുടെയും അധ്യക്ഷനായ ഏക നേതാവ് മദൻ മോഹൻ മാളവ്യയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും ഹിന്ദു മഹാസഭയുടെയും അധ്യക്ഷനായ ഏക നേതാവാണ് മദൻ മോഹൻ മാളവ്യ. ATM കാർഡിലെ അക്കങ്ങളുടെ എണ്ണം 16. അടിമത്തം നിയമവിരുദ്ധമാക്കിയ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവർണർ ജനറൽ എലൻബറോ പ്രഭുവാണ്. അടിമത്തം നിയമവിരുദ്ധമാക്കിയ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവർണർ ജനറലാണ് എലൻബറോ പ്രഭു. കലിംഗ പ്രൈസ് ആദ്യമായിട്ട് നേടിയത് ലൂയിസ് ഡി ബ്രോഗ്ലിയാണ്. ലൂയിസ് ഡി ബ്രോഗ്ലി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടന്ന വർഷം 2015. വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നത് 2015. നാഷണൽ യാക് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. നാഷണൽ യാക് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശ്. ഏത് സംസ്ഥാനത്തെ പരമ്പരാഗത നൃത്തരൂപമാണ് ഗിദ്ദ? പഞ്ചാബിലെ പരമ്പരാഗത നൃത്തരൂപമാണ് ഗിദ്ദ. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ അനുഭവപ്പെടുന്ന ഘർഷണ ബലമാണ് വിസ്കസ് ബലം. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അവയുടെ ചലനത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ അനുഭവപ്പെടുന്ന ഘർഷണ ബലമാണ് വിസ്കസ് ബലം. വളരെ താഴ്ന്ന ഊഷ്മാവിൽ വൈദ്യുത പ്രതിരോധം 0 അവസ്ഥയാണ് അതിചാലകത അല്ലെങ്കിൽ സൂപ്പർ കണ്ടക്ടിവിറ്റി. വളരെ താഴ്ന്ന ഊഷ്മാവിൽ വൈദ്യുത പ്രതിരോധം 0 അവസ്ഥയാണ് അതിചാലകത അല്ലെങ്കിൽ സൂപ്പർ കണ്ടക്ടിവിറ്റി. ബൊറാക്സ് എന്തിൻ്റെ അയിരാണ്? സോഡിയത്തിൻ്റെ അയിരാണ് ബൊറാക്സ്. ലിൻകാർഡ് ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചെസ്. ഇന്ത്യയിൽ ഏത് പ്രസ്ഥാനം ആരംഭിച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുന്നതായിട്ട് ചരിത്രകാരന്മാർ വിലയിരുത്തുന്നത്? സ്വദേശി പ്രസ്ഥാനമാണ്. സ്വദേശി പ്രസ്ഥാനം. കേരള ചരിത്രത്തിലെ ഇരുളടഞ്ഞ ഏടുകൾ എന്ന പുസ്തകം രചിച്ചത് ഇളംകുളം PN കുഞ്ഞൻ പിള്ളയാണ്. പുസ്തകത്തിൻ്റെ പേര് കേരള ചരിത്രത്തിലെ ഇരുളടഞ്ഞ ഏടുകൾ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യ വ്യക്തി ഹക്കീം അജ്മൽ ഖാൻ ആണ്. ഹക്കീം അജ്മൽ ഖാൻ. പാലിയൻ സത്യാഗ്രഹത്തിൻ്റെ എത്രാം ദിവസമാണ് AG വേലായുധൻ മരണപ്പെട്ടത്? 100-ാം ദിവസമാണ്. പാലിയൻ സത്യാഗ്രഹത്തിൻ്റെ എത്രാം ദിവസമാണ് AG വേലായുധൻ മരണപ്പെട്ടത്? 100-ാം ദിവസം. ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ആറ്റത്തിൻ്റെ വലിപ്പത്തിന് എന്തു മാറ്റം സംഭവിക്കുന്നു? ആറ്റത്തിൻ്റെ വലിപ്പം കൂടുന്നു.
നിരണം കവികൾ എന്നറിയപ്പെട്ടത് മാധവ പണിക്കർ, ശങ്കര പണിക്കർ, രാമപണിക്കർ എന്നിവരാണ്. മാധവ പണിക്കർ, ശങ്കര പണിക്കർ, രാമപണിക്കർ. കോവളം കവികൾ എന്നറിയപ്പെട്ടത് അയ്യപ്പിള്ളി ആശാനും അയ്യനപ്പിള്ളി ആശാനുമാണ്. ഒരു പീരീഡിൽ ഇടത്തുനിന്ന് വലത്തോട്ട് പോകുന്തോറും അയോണീകരണ എൻതാൽപ്പിക്ക് എന്തു മാറ്റം സംഭവിക്കുന്നു? അയോണീകരണ എൻതാൽപ്പി കൂടുന്നു. ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ അയോണീകരണ എൻതാൽപ്പിക്ക് എന്തു മാറ്റം സംഭവിക്കുന്നു? കുറയുന്നു. മുകളിൽ നിന്നും താഴേക്ക് വരുമ്പോൾ അയോണീകരണ എൻതാൽപ്പി കുറയുന്നു. ലിപ്പിഡോലൈറ്റ് എന്തിൻ്റെ അയിരാണ്? ലിഥിയം. ലിഥിയത്തിൻ്റെ അയിരാണ് ലിപ്പിഡോലൈറ്റ്. എഴുത്തച്ഛൻ എഴുതുമ്പോൾ എന്ന പുസ്തകം രചിച്ചത് കെ സച്ചിദാനന്ദനാണ്. എഴുത്തച്ഛൻ എഴുതുമ്പോൾ എന്ന പുസ്തകം രചിച്ചത് കെ സച്ചിദാനന്ദൻ. സ്വദേശി മിത്രൻ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ജി സുബ്രഹ്മണ്യ അയ്യർ. സ്വദേശി മിത്രൻ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ജി സുബ്രഹ്മണ്യ അയ്യർ. ചമ്പാരൻ സത്യാഗ്രഹം നടത്താൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച കർഷകൻ രാജ്കുമാർ ശുക്ലയാണ്. ചമ്പാരൻ സത്യാഗ്രഹം നടത്താൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച കർഷകനാണ് രാജ്കുമാർ ശുക്ല. കേന്ദ്ര സർക്കാരും സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾ തീർപ്പാക്കുന്നത് സുപ്രീം കോടതിയുടെ ഏത് തരം അധികാരത്തിന് ഉദാഹരണമാണ്? ഉത്ഭവാധികാരം അല്ലെങ്കിൽ ഒറിജിനൽ ജുഡിസ്ട്രിക്ഷൻ. ഒറിജിനൽ ജുഡിസ്ട്രിക്ഷനിൽ വരുന്നതാണ് കേന്ദ്ര സർക്കാരും സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾ തീർപ്പാക്കുന്നതിന് സുപ്രീം കോടതിയുടെ അധികാരം. എസ് കെ പൊറ്റക്കാടിൻ്റെ ഏത് നോവലിലെ കഥാപാത്രമാണ് ശ്രീധരൻ? ശ്രീധരൻ ഒരു ദേശത്തിൻ്റെ കഥ എന്ന നോവലിലെ കഥാപാത്രമാണ്. ഇന്ത്യയിൽ ഔദ്യോഗിക ഉത്തരവാദിത്ത ടൂറിസം നയം പ്രഖ്യാപിച്ച ആദ്യ സംസ്ഥാനം കേരളമാണ്. കേരളം. മന്ത്രിമാർ സഭയിൽ അവതരിപ്പിക്കുന്ന ബിൽ അറിയപ്പെടുന്നത് ഗവൺമെൻറ് ബിൽ. മന്ത്രിമാർ അല്ലാത്ത അംഗങ്ങൾ സഭയിൽ അവതരിപ്പിക്കുന്ന ബിൽ അറിയപ്പെടുന്നത് സ്വകാര്യ ബിൽ. തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണവും സുസ്ഥിര ഉപയോഗവും നിയന്ത്രിക്കുന്ന അന്താരാഷ്ട്ര ഉടമ്പടിയാണ് റാംസാർ കൺവെൻഷൻ. തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണവും സുസ്ഥിര ഉപയോഗവും നിയന്ത്രിക്കുന്ന അന്താരാഷ്ട്ര ഉടമ്പടി റാംസാർ കൺവെൻഷൻ. കേരളത്തിൽ ആദ്യമായി ദുരന്ത നിവാരണ അതോറിറ്റിക്ക് രൂപം നൽകിയത് 2007 2007. കേരളത്തിൽ 100% പ്രാഥമിക വിദ്യാഭ്യാസം എന്ന നേട്ടം കൈവരിച്ച ആദ്യ ഗ്രാമപഞ്ചായത്ത് നിലമ്പൂരാണ്. നിലമ്പൂർ. ലോകസഭയുടെ സെക്രട്ടറി ജനറലായ ആദ്യ മലയാളി PDT ആചാര്യാണ്. PDT ആചാര്യ. തകഴിയുടെ ഏത് നോവലിലെ കഥാപാത്രമാണ് ചുടലമുത്തു? തോട്ടിയുടെ മകൻ എന്ന നോവലിലെ കഥാപാത്രമാണ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ജൈവ ഗ്രാമപഞ്ചായത്ത് പനത്തടിയാണ്. സമ്പൂർണ്ണ ജൈവ ഗ്രാമപഞ്ചായത്ത്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ജൈവ പച്ചക്കറി പഞ്ചായത്ത് കഞ്ഞിക്കുഴിയാണ്. ജൈവ പച്ചക്കറി പഞ്ചായത്ത് കഞ്ഞിക്കുഴി. കേരളത്തിൽ സമ്പൂർണ്ണ ആധാർ രജിസ്ട്രേഷൻ നടപ്പിലാക്കിയ ആദ്യ ഗ്രാമപഞ്ചായത്ത് അമ്പലവയലാണ്. ജർമ്മൻ സിൽവറിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഘടകലോഹം ചെമ്പാണ്. ജർമ്മൻ സിൽവറിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന ഘടകലോഹം ചെമ്പ്. കുതിരയുടെ ഉയരം അളക്കുന്ന യൂണിറ്റ് ഹാൻഡ്. അമേരിക്കയിലെ ടെന്നസി വാലി പദ്ധതിയുടെ മാതൃകയിലുള്ള ഇന്ത്യൻ പദ്ധതി ദാമോദർ വാലി പദ്ധതിയാണ്. ദാമോദർ വാലി പദ്ധതി. വള്ളത്തോൾ പുരസ്കാരം നൽകുന്ന സമിതി വള്ളത്തോൾ സാഹിത്യ സമിതി. വള്ളത്തോൾ പുരസ്കാരം നൽകുന്ന സമിതി ഏതാണ്? വള്ളത്തോൾ സാഹിത്യ സമിതിയാണ്. ഓടക്കുഴൽ പുരസ്കാരം നൽകുന്നത് ഗുരുവായൂരപ്പൻ ട്രസ്റ്റാണ്. ഓടക്കുഴൽ പുരസ്കാരം ഗുരുവായൂരപ്പൻ ട്രസ്റ്റ്. മഹാത്മാഗാന്ധിയുടെ യങ് ഇന്ത്യ വാരികയുടെ പത്രാധിപരായി പ്രവർത്തിച്ച മലയാളി ജോർജ് ജോസഫാണ്. മഹാത്മാഗാന്ധിയുടെ യങ് ഇന്ത്യ വാരികയുടെ പത്രാധിപരായിട്ട് പ്രവർത്തിച്ച മലയാളി ജോർജ് ജോസഫ്. എം മുകുന്ദൻ്റെ ഏത് നോവലിലെ കഥാപാത്രമാണ് ദാസൻ? മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. ഉപനിഷത്തുകൾ അടിസ്ഥാനമാക്കി സുകുമാർ അഴീക്കോട് രചിച്ച ഗ്രന്ഥമാണ് തത്വമസി. എത്ര വയസ്സിന് താഴെയുള്ള കുട്ടികൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളാണ് കൗമാര കുറ്റകൃത്യങ്ങളായിട്ട് പരിഗണിക്കുന്നത്? 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ. ഇന്ത്യയിൽ ജന്മി സമ്പ്രദായം നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി 1ാം ഭേദഗതിയാണ്. 1ാം ഭേദഗതി. കേരളത്തിലെ ആദ്യത്തെ ബാലസൗഹൃദ ജില്ല ഇടുക്കി.
കനലെരിയും കാലം എന്ന ആത്മകഥ ആരുടേതാണ്? മേരി ജോൺ കൂത്താട്ടുകുളമാണ്. മേരി ജോൺ കൂത്താട്ടുകുളം. ഇന്ത്യ എഡ്യൂസാറ്റ് വിക്ഷേപിച്ച തീയതി 2004 സെപ്റ്റംബർ 20. 2004 സെപ്റ്റംബർ 20. വളർച്ചാ വൈകല്യങ്ങളുടെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന പ്രോട്ടീൻ ഹോർമോൺ സൊമാറ്റോട്രോപിൻ. മഹൽവാരി നികുതി സമ്പ്രദായം 1822 വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യയിൽ നടപ്പിലാക്കിയത് ഹോൾട്ട് മക്കൻസി ആണ്. ഹോൾട്ട് മക്കൻസി. ഏത് മൂലകത്തിൻ്റെ അയിരാണ് പിച്ച് ബ്ലെൻഡ്? യുറേനിയത്തിൻ്റെ അയിരാണ് പിച്ച് ബ്ലെൻഡ്. കാളിദാസന്റെ മേഘദൂതം മേഘഛായ എന്ന പേരിൽ മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തിയത് ജി ശങ്കരക്കുറുപ്പാണ്. ജി ശങ്കരക്കുറുപ്പ്. ഡൽഹി ഗാന്ധി എന്നറിയപ്പെട്ടത് സി കൃഷ്ണൻ നായർ. വൈറ്റ് ഗ്യാസ് എന്നറിയപ്പെടുന്നത് നാഫ്തയാണ്. നാഫ്ത. ഒരുമ എന്ന പേരിലുള്ള ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന സ്ഥാപനം KSEB. ഒരുമ. ഈ ഒരു ക്ലാസ്സിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.